ഇന്ന് നമ്മൾ എടുക്കാൻ പോണ പാഠം പ്ലസ് ടുവിലുള്ള മെട്രിസസ് എന്ന് പറഞ്ഞിട്ടുള്ള പാഠാണ്. അത് ഇത് എങ്ങനത്തെ ഇത് സിമ്പിളായ ഒരു പാഠാണ്. പക്ഷെ മാർക്ക് കിട്ടാനും അതേപോലെ പെട്ടെന്ന് പോവാനും എളുപ്പമുള്ള പാഠാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യും, നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ഇരിക്കണം കേട്ടോ. അപ്പോൾ മെട്രിസസ് എന്നാണ് ഈ പാഠത്തിന്റെ പേര്. മെട്രിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് പ്ലൂരൽ ആണ്. മെട്രിക്സ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ശരിക്കും ഒരൊറ്റ മെട്രിക്സ് ആകുമ്പോൾ മെട്രിക്സ് എന്നാണ് നമ്മൾ പറയുക. കുറെ എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യണതാണ് മെട്രിസസ് എന്ന് പറയുന്നത്. അപ്പോൾ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. എന്താ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ്സ് എ ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. ഇങ്ങനെയൊന്നും കേട്ടിട്ട് എന്ത് ചെയ്യണ്ട, അത് പേടിക്കേണ്ട ആവശ്യമില്ല. അതിൽ ജസ്റ്റ് പറയണത് എന്താ വെച്ചാൽ, നമ്മളൊരു ഓർഡറിൽ കുറേ നമ്പേഴ്സിനെയോ അല്ലെങ്കിൽ ഒരു കുറച്ച് വേരിയബിൾസിനെയോ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് വെക്കുക. ഇത് കുറച്ച് റോ കുറച്ച് കോളം അങ്ങനെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണേനെയാണ് എന്ത് പറയുക, മെട്രിക്സ് എന്ന് പറയുക. അതായത് ഒരു റെക്ടാങ്കിൾ പോലെയോ അല്ലെങ്കിൽ സ്ക്വയർ പോലെയോ ഒക്കെ എന്തുണ്ടാവും, അതുണ്ടാവും. അപ്പൊ ഇറ്റ് ഈസ് ആൻ ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. ഇത് മെട്രിക്സ് എന്താണെന്നൊന്നും പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ വരില്ല. ക്വസ്റ്റ്യൻ എപ്പോഴും പ്രോബ്ലം വൈസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും കാണാറ്. അപ്പൊ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. അതിന് മുമ്പ് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ മെട്രിക്സ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് അറിയണ്ടേ. മെട്രിക്സ് എന്ത് ചെയ്യണം, മെട്രിക്സ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു, പക്ഷെ അത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളതാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ്. എന്താണ് ഓർഡർ ഓഫ് എ മെട്രിക്സ്? മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് എന്ത് ചെയ്യാം, വൺ വേർഡും ചോദിക്കാം. ഒരു മെട്രിക്സ് എന്നിട്ട് ഇതിന്റെ ഓർഡർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് എന്താ വെച്ചാൽ, ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ്. ഈ ഇൻഡു എന്ന് പറഞ്ഞ സാധനത്തിന് ബൈ എന്നാണ് പറയുക. നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്, അങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ മൂന്ന് റോ ഉണ്ടെന്ന് വിചാരിക്കാം. 3 റോ ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് റോസ് എത്രയാണ്? 3ആണ്. നമ്പർ ഓഫ് കോളംസ് 4ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്പർ ഓഫ് കോളംസ് 4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ഓഫ് മെട്രിക്സ് എന്താ എഴുതുക? 3/4. 3 × 4 = 12 എന്ന് എഴുതി വെക്കരുത്. എന്താ എഴുതുക? നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ് എന്നാണ് എഴുതുക. അതായത് 3 അല്ല 3/4 എന്നാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. പിന്നെ അത് ഓർഡർ ഓഫ് എ മെട്രിക്സ് കാണാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. ഓർഡർ ഓഫ് എ മെട്രിക്സ് ആണ് ഇതാ. ഈ മെട്രിക്സ് എടുക്കുക. ഉണ്ടോ? ഈ മെട്രിക്സിൽ എത്ര റോ ഉണ്ട്? റോ എന്ന് പറഞ്ഞാൽ താഴത്തേക്കുള്ളതാണ് എന്ത്? റോ. അതായത് ഇങ്ങനെയുള്ളത്. ഇതൊരു റോ, ഇത് രണ്ടാമത്തെ റോ, ഇത് മൂന്നാമത്തെ റോ, അങ്ങനെ ഉള്ളതിനെയാണ് റോ എന്ന് പറയുക. അപ്പൊ കോളംസ് എന്ന് പറഞ്ഞാൽ എന്താ? കോളംസ് ഞാൻ വേറെ കളറിൽ ഡിനോട്ട് ചെയ്യുക. ഇതൊരു കോളാണ്, ഇത് വേറൊരു കോളം, ഇത് മൂന്നാമത്തെ കോളം. അപ്പോ നമ്മൾ പറഞ്ഞു എന്താ, എങ്ങനെ എഴുതുക? നമ്പർ ഓഫ് റോസ് ബൈ കോളം. നമ്പർ ഓഫ് റോസ് ആണ് m, നമ്പർ ഓഫ് കോളംസ് ആണ് എന്ത്? n. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓർഡർ ഓഫ് മെട്രിക്സ് എന്താ? എത്ര റോ ഉണ്ട്? 3 റോ ഉണ്ട്. അപ്പൊ 1 2 3. അപ്പൊ m എത്രയാണ്? 3. ഇനി എത്ര കോളം ഉണ്ട്? 1 2 3. അപ്പൊ 3/3. അതാണ് നമ്മുടെ എന്ത്? ഓർഡർ ഓഫ് ഈ മെട്രിക്സിന്റെ ഓർഡർ 3/3 ആണ്. ഇനി ഞാൻ ഒരു ഇതും കൂടി നോക്കാം. ഒരു മെട്രിക്സും കൂടി നോക്കാം. അപ്പൊ ഇതിന്റെ ഓർഡർ നിങ്ങൾ പറയണം കേട്ടോ. ഇതിന്റെ ഓർഡർ നിങ്ങൾ പറയോ? പറയൂ നോക്കട്ടെ. എത്ര റോ ഉണ്ട്? 1 2 3 4. 4 റോ ഉണ്ട്. എത്ര കോളം ഉണ്ട്? 2 കോളം ഉണ്ട്. അപ്പൊ 1 2 അങ്ങനെ 2 കോളം. അപ്പൊ ഇവിടെ എത്ര? നമ്പർ ഓഫ് റോസ് എത്ര? 4 ബൈ
നമ്പർ ഓഫ് കോളം എത്രയാ 2. അപ്പൊ 4/2 ആണ് നമ്മുടെ എന്ത് ഇതിന്റെ ഓർഡർ. 4/2 ആണ് ഇതിന്റെ ഓർഡർ. അപ്പൊ ഒരു ഹോംവർക്ക് തരട്ടെ, ചെയ്യോ? ആ അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ, ഞാൻ ഇവിടെ ഒരു മെട്രിക്സ് എഴുതിയിടാ. ആ മെട്രിക്സിന്റെ എന്ത് എഴുതണം, ഓർഡർ ഓഫ് എ മെട്രിക്സ്, ഓർഡർ ഓഫ് എഴുതണം കേട്ടോ. മെട്രിക്സ് ഞാൻ ഇവിടെ എഴുതിയിടാ. 2 3 5 6 8 9 1 2 5. ഇതാണ് നമ്മുടെ മെട്രിക്സ്. മെട്രിക്സ് ഒന്ന് കുറച്ചുകൂടി എഴുതണ്ട, ഒരു മിനിറ്റ്. സീറോ 1 0. ഇതാണ് മെട്രിക്സ് കേട്ടോ. ഇതിന്റെ ഓർഡർ എത്രയെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളം. അപ്പോൾ ഇതിന്റെ എന്ത് ചെയ്യണം, ഹോംവർക്ക് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം, ഓർഡർ ഓഫ് മെട്രിക്സ് എത്രയാന്നുള്ളത് എഴുതണം. അപ്പൊ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആണ് വിചാരിക്കുക, ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നു, 1 വേർഡ് ക്വസ്റ്റ്യൻ. 1 വേർഡ് ക്വസ്റ്റ്യനിൽ എന്താണ്, അങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ട് അതിന്റെ ഓർഡർ ഓഫ് മെട്രിക്സ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്ഷൻസിൽ തന്നിട്ട് ഏതെങ്കിലും ഒന്നും മാത്രം ശരിയുള്ളതാവും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഈ മെട്രിക്സിന്റെ എന്ത് കാണണം, ഓർഡർ ഓഫ് മെട്രിക്സ് കാണണം. ഓക്കെ, ഇനി അടുത്താണ് നമ്മുടെ എന്ത്, കൺസ്ട്രക്ഷൻ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m/n ഒരു മെട്രിക്സ് ആണ്. അതായത് m എന്താണ്, നമ്പർ ഓഫ് റോസ്, n നമ്പർ ഓഫ് കോളംസ്. അപ്പൊ അങ്ങനെയുള്ള മെട്രിക്സിന്റെ എന്ത് കാണണം, ഒരു ജനറൽ ഫോം നമ്മൾ പറയാണ്. ഇത് ഒരു വേരിയബിൾ a വെച്ച് നമ്മൾ ജസ്റ്റ് ഡിനോട്ട് ചെയ്യാണ്. അപ്പോൾ A11 A11 എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമത്തെ റോത്തെ ഒന്നാമത്തെ ആൾ, ഒന്നാമത്തെ റോയില് ഒന്നാമത്തെ കോളത്തിലത്തെ ആള് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ടേം ആണ് A11. സെക്കൻഡ് ടേം അപ്പൊ എന്താവും, റോ എന്ത് തന്നെയാണ്, ഒന്നാമത്തെ റോ തന്നെയാണ്. കോളം മാറിയപ്പോ എന്ത് ചെയ്തു, ആ രണ്ടാമത്തെ ഭാഗമാണ് കണ്ടോ, A12 ആയി. ഇനി മൂന്നാമത്തെ ആള്, ഒരേ റോയിലുള്ള മൂന്നാമത്തെ ആള് പറഞ്ഞാൽ റോയുടെ നമ്പർ ഒക്കെ എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആവും. അതിന്റെ ഫസ്റ്റത്തെ അത് കോൺസ്റ്റന്റ് ആവും, പിന്നെ ഉള്ളത് മാറപ്പത് അങ്ങനെ എക്സ്ട്രാ പോയി എന്ത് ചെയ്തു, എന്നാമത്തെ കോളം ആവുമ്പോ A1n ആവും. അതേപോലെ എന്ത് നോക്കുക, കോളം നോക്കുക. കോളം നോക്കുമ്പോ ഇതേപോലെ A11 ആണ് ആദ്യത്തെ ആള്. അപ്പോ ആ കോളത്തിൽ തന്നെ രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ എന്താവും, കോളം മാറി, അല്ല കോളം സെയിം ആണ്, റോ മാറി അല്ലെ. അപ്പൊ റോ മാറുമ്പോ ഏതാളാ മാറുക, ആദ്യത്തെ ആള്. അപ്പൊ A21 എന്ന് വന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, AN1. അതായത് ഇവിടെ എന്താണ്, നമ്പർ ഓഫ് കോളം കോൺസ്റ്റന്റ് ആണ്, മറ്റേത് മാറി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഈ റെപ്രസെന്റേഷൻ പറയണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചില പ്രോബ്ലംസിൽ ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് ഇതാ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസ്ട്രക്ട് ഈ 2/3 മെട്രിക്സ്. 2/3 മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം വിത്ത് AIJ എന്നാണ് തന്നു. ഈ IJ എന്ന് പറഞ്ഞാൽ, I എന്ന് പറയുന്നത് ഫസ്റ്റ്, അതായത് റോ ഏതാണ് എന്ന് ഡിനോട്ട് ചെയ്യാനാണ് I. J എന്ന് പറഞ്ഞാൽ കോളം ഏതാണ് ഡിനോട്ട് ചെയ്യാനാണ് എന്ത്, J. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, ഒരു മെട്രിക്സ് നമുക്ക് ഇത്രേ തന്നിട്ടുള്ളൂ, ആകെ ഒരു ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുള്ളൂ, 2/3 മെട്രിക്സ് ആണെന്നും തന്നു. പിന്നെ ആ ഓരോ ടേം എന്ന് പറയുന്നതും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണെന്നും തന്നു. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, മെട്രിക്സ് തന്നെ ഉണ്ടാക്കണം. നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, മെട്രിക്സ് തന്നിട്ടില്ല, പകരം മെട്രിക്സ് എങ്ങനെയാണ് എന്നുള്ളത് തന്നു. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, മെട്രിക്സ് എഴുതണം. അപ്പോൾ നമ്മൾ മെട്രിക്സ് അസ്യൂം ചെയ്യണം. ഏതാവും മെട്രിക്സ്, മെട്രിക്സ് ഇതാണെന്ന് കൺസിഡർ ചെയ്യും. അതായത് 2/3 മെട്രിക്സ് ആണല്ലോ. 2/3 മെട്രിക്സ് ആവുമ്പോ എന്താ, 2 റോ ഉണ്ടാവും, 3 കോളം ഉണ്ടാവും. 3 കോളം ഉണ്ടാവും. അതാണ് ഇങ്ങനെ 2
2 റോ 3 കോളം. അപ്പൊ ഇതിനെ A11 അല്ലെ, ആദ്യത്തെ ടേം A11 ആവും. അപ്പൊ ഇവിടെ I എത്ര? I1 ആണ്. ജെയും തന്നെയാണ് 1 തന്നെയാണ്. AIJ അല്ലേ, AIJ എന്ന് പറയുമ്പോ A11. അപ്പൊ I ഈക്വൽ ടു 1, J ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് അതിൽ ഇട്ട് കൊടുക്കണം. ഇത് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ എന്താ? 3i മൈനസ് 2j. 3i മൈനസ് 2j ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോ 3i മൈനസ് 2j ആണ് നമ്മുടെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ AIJ എന്ന് പറയുന്നത് 3i മൈനസ് 2j ആണെങ്കിൽ ഇവിടെ A11 കാണണം. ഈ മെട്രിക്സിന്റെ ഫോം മാത്രമേ നമുക്ക് ജനറൽ ഫോമേ കിട്ടിയിട്ടുള്ളൂ. അതിൽ ഓരോ ടേമും ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഓരോ ടേമും കാണാൻ എന്ത് ചെയ്യണം? AIJ ആണ് 3i മൈനസ് 2j. അപ്പൊ A11 കാണണം എന്ന് പറഞ്ഞാൽ I ഈക്വൽ ടു 1, J ഈക്വൽ ടു 1. അപ്പോൾ എന്ത് ചെയ്യണം? ഐന്റെ അവിടെ 1 ഇട്ട് കൊടുക്കുക, ജെയിന്റെ അവിടെയും 1 ഇട്ട് കൊടുക്കുക. അപ്പൊ 3 ഇൻറ്റു 1 എന്ത് കിട്ടും? പറയൂ, എന്താ കിട്ടുക? 3 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 1 കിട്ടി. അതാണ് എന്ത്? ഈക്വൽ ടു എന്ത് കിട്ടി? അപ്പൊ 3 മൈനസ് 2 ഈക്വൽ ടു 1. അപ്പൊ ഒന്നാമത്തെ ടേം എന്ത് കിട്ടി? 1 ആണെന്ന് കിട്ടി. ഇനി അടുത്ത രണ്ടാമത്തെ എന്തായിരുന്നു? A12 കാണണം. അപ്പൊ I ഈക്വൽ ടു 1, J ഈക്വൽ ടു 2. അപ്പൊ എന്തായി? 3 ഇൻറ്റു I, 3 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു J, 2 ഇൻറ്റു 2. എന്താ കിട്ടി? 3 മൈനസ് 4 ഈക്വൽ ടു എത്രയാ? മൈനസ് 1. 3 മൈനസ് 4 ഈക്വൽ ടു മൈനസ് 1. അതേപോലെ ഇനി A13 എന്താ? അതേപോലെ 3 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 3 ഈക്വൽ ടു എന്ത് കിട്ടി? മൈനസ് 3 കിട്ടി. അപ്പൊ ആദ്യത്തെ A11 എന്ന് പറഞ്ഞ 1 ആണ്, A12 എന്ന് പറഞ്ഞ മൈനസ് 1 ആണ്, A13 എന്ന് പറഞ്ഞ മൈനസ് 3 ആണ്. ഇനി A21 അടുത്ത കോളല്ലേ, ഇവിടെ ഉള്ള ഈ ഭാഗത്തുള്ളല്ലേ, അപ്പൊ ആ ഭാഗത്തുള്ളതിനെ നമ്മൾ എന്ത് വേണം? A21 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 മൈനസ് 2 ഇൻറ്റു 1 ഈക്വൽ ടു 4. അപ്പൊ ഇത് 4 ആണെന്ന് കിട്ടി. ഇനി അടുത്ത എന്താ വരിക? A22 ആണോ? എന്താ വരിക? ഈ ഭാഗം ഇത് A12, ഈ A11, A12, A13. ഇത് എന്താ വരിക? പറഞ്ഞില്ല ആരും. എന്താ വരിക? A22. A22 എത്ര വരുന്നത്? 3 ഇൻറ്റു 2 മൈനസ് 2 ഇൻറ്റു 2 ഈക്വൽ ടു 2. അങ്ങനെ A23 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 മൈനസ് 2 ഇൻറ്റു 3, 0. അപ്പൊ നമ്മുടെ മെട്രിക്സ് എന്താണ്? നമ്മൾ ജസ്റ്റ് നമുക്ക് തന്നത് ആകെ എന്തൊക്കെയാ തന്നിരുന്നുള്ളൂ? ഒരു ഫോം തന്നു. ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് മെട്രിക്സ് തന്നു. പിന്നെ എന്ത് തന്നു? AIJ ഈക്വൽ ടു അതാണെന്നും തന്നു. അപ്പൊ അത് രണ്ടും തരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെട്രിക്സ് ജനറൽ ഫോം വെച്ച് കാണാൻ പറ്റും. ആദ്യത്തെ 1, പിന്നെ -1, -3, 4, 2, 0. അതാണ് നമ്മുടെ എന്ത്? A എന്ന് കിട്ടി. അപ്പൊ മെട്രിക്സ് A കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? അതിൽ ജസ്റ്റ് ജനറൽ ഫോം അപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? അത് കിട്ടി. ഇത്രേ ഉള്ളൂ. ഓക്കെ. ഇനി അപ്പൊ ഈ ഭാഗം മനസ്സിലായല്ലോ? ഓർഡർ ഓഫ് മെട്രിക്സ് കാണാൻ പഠിച്ചു. ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എന്ത് ചെയ്തു? ഒരു ഓർഡർ തന്നു കഴിഞ്ഞാൽ അത് വെച്ച് മെട്രിക്സ് കാണാനും പഠിച്ചു. ഇനി ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ. കുറെ ക്വസ്റ്റ്യൻ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നല്ല ബേസ് ആയിട്ട് എടുക്കണേ. എന്തെങ്കിലും ഡൗട്ട് വരണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചോളൂ. കൺസ്ട്രക്ട് എ 3x3 മെട്രിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കൺസ്ട്രക്ട് എ 3x3 മെട്രിക്സ്.
കൺസ്ട്രക്ട് എന്ത് ചെയ്തു? ഒരു 3x3 മെട്രിക്സ് വിത്ത് ഇവിടെ നമുക്ക് AIJ തന്നിട്ടുണ്ട്. AIJ എന്ന് പറഞ്ഞാൽ 2i + j ഡിവൈഡഡ് ബൈ 3. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ 3x3 മെട്രിക്സ് ആണെങ്കിൽ എന്തുണ്ടാവും? 3 റോ ഉണ്ടാവും, 3 കോളം ഉണ്ടാവും. നമ്മൾ ഈ A11 A12 A13 ജനറൽ ഫോം എഴുതാൻ പഠിക്കുന്നു വേണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓരോ ടേമും കണ്ടുപിടിക്കുമ്പോൾ ഐയും ജെയും എന്താന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്താ അറിയണം? ഇത് റെപ്രസെന്റ് ചെയ്യാൻ അറിയണം. അത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഞാൻ ഇവിടെ ഒന്നുകൂടി എഴുതി തരാം. ഇത് ആദ്യത്തെ റോ ആണിത് അല്ലെ? ഇത് ആദ്യത്തെ റോ ആണ്. ഇത് ആദ്യത്തെ കോളം ആണ്. അപ്പോ ആദ്യത്തെ റോയിലുള്ള ആദ്യത്തെ കോളത്തിലുള്ള ആള് അപ്പൊ എന്താ വരിക? ആദ്യത്തെ റോ. അപ്പോ റോ 1 ആണ്. കോളം എന്താ? 1. അപ്പൊ ഇവിടെ എന്ത് വന്നു? A11 എന്ന് വന്നു. ഇനി അടുത്തത് റോ മാറിയോ? റോ മാറിയില്ല. എന്തേ മാറിയുള്ളൂ? കോളം മാറി. കോളം മാറി. അപ്പൊ എന്താ വരിക? റോന്റെ അവിടെ 1 തന്നെ, കോളം എന്ത് ചെയ്തു? 2i. അത് A12. ഇനി അടുത്ത ഇതേപോലെ ഇവിടെ ഇവിടുത്തെ ഏത് എന്താവും? റോ മാറിയോ? ഇല്ല. എന്തേ മാറിയിട്ടുള്ളൂ? കോളം മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പൊ എന്ത് വന്നു? A13. ഇനി അടുത്തത് എന്താ? റോ മാറി. റോ മാറിയ റോ രണ്ടാമത്തെ റോ ആയി. കോളം ഏതാ? ഒന്നാമത്തെ കോളം. അടുത്തത് റോ മാറിയോ? ഇല്ല. അപ്പോ 2 തന്നെ. കോളം മാറിയോ? മാറി. അപ്പോ കോളവും 2. ഇനി അടുത്തത് ഇവിടെ റോ മാറിയോ? ഇല്ല. റോ 2 തന്നെയാണ്. കോളം മാറി. അപ്പോ 3. അതേപോലെ ഇവിടെ എന്ത് വന്നു? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇത് എഴുതുക. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. എന്താ? AIJ എന്ന് പറഞ്ഞാൽ എന്താ? 2i + j/3 ആണ്. AIJ പറഞ്ഞ 2i + j/3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഐയും A11ന്റെ കാണുക, A12ന്റെ കാണുക, അങ്ങനെ ഓരോന്നും കാണുകയാണ്. എങ്ങനെ കാണുക? A11 എന്ന് പറഞ്ഞാൽ 2 × i + j അല്ലെ? ഐയും ജെയും ഇവിടെ 1 ആണ്. അപ്പൊ 2 × i പറഞ്ഞാൽ 2 × 1 + j എന്താ? 1 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു എന്ത് കിട്ടും? 2 + 1 എത്രയാ? 3. 3/3 ഈക്വൽ ടു 1. ഇനി അതേപോലെ A12 ഐന് 1 ഇട്ട് കൊടുത്തു, ജെക്ക് 2 ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4/3. ഇനി അടുത്തത് A13 ഐന് 1 ഇട്ട് കൊടുത്തു, പിന്നെ ജെക്ക് 3 ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5/3. അങ്ങനെ ഓരോ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ എഴുതണത് എന്ത് ചെയ്യരുത്? മാറതേ. A21 ആണ് ഇവിടെ എങ്കിൽ ഇവിടെ എവിടെയാണോ A21 എന്താ കിട്ടി അതന്നെ അവിടെ എഴുതണം. അല്ലാണ്ട് മാറ്റി എഴുതി എന്ത് ചെയ്തു? മാർക്ക് മൊത്തം പോവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? എല്ലാം കണ്ടുപിടിച്ചു. ഇതാ A13 കണ്ടുപിടിച്ചു, A21 കണ്ടുപിടിച്ചു. ഇതാ A21 5/3 കിട്ടി. A22 എന്ത് കിട്ടി? 2 കിട്ടി. A23 എന്ത് കിട്ടി? 7/3 കിട്ടി. പിന്നെന്താ അടുത്തത്? A31 A32 A33 അതൊക്കെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് ഇതിന്റെ അതേ ഓർഡറിൽ, ഇത് നമ്മൾ ജനറൽ ഫോമിന്റെ അതേ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്തു? A എഴുതി. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്? മെട്രിക്സ് A. മെട്രിക്സ് A ആണ് ഇത്. A11 1 ആയിരുന്നു. A12 4/3. A13 5/3 കിട്ടിയിരുന്നു. പിന്നെ A21 എന്ത് കിട്ടി? 5/3. A22 2 കിട്ടി. A23 7/3 കിട്ടി. A31 7/3. A32 8/3 ആൻഡ് A33 എന്ത് കിട്ടി? 3. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്? മെട്രിക്സ് A. മെട്രിക്സ് A ഇതാണ്. സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെട്രിക്സ് A. ഓക്കെ, ഇതാണ് മെട്രിക്സ് A. ഇതേപോലെ നമ്മുടെ 3/3 മെട്രിക്സ് തന്നെയാണ് AIJ മാറ്റി. ഇത് ഹോംവർക്കായി ചെയ്യോ? നോക്കട്ടെ. അപ്പൊ ഇതെന്ത് ചെയ്യാ? ഹോംവർക്കായി ചെയ്യാം. AIJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോഡുലസ് I - റീജിയൻ. അല്ല, ഇത് ഹോംവർക്ക് ആക്കണം. ഇതും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത്
IJ അതായത് 3/3 മെട്രിക്സ് ആണ്. അപ്പൊ ജനറൽ ഫോം എഴുതി. പിന്നെ എന്താണ് I-3j/2 എന്താണ് മോഡുലസിന്റെ ഉള്ളിലാണ്. മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡുലസിന്റെ ഉള്ളിൽ നമുക്ക് -2 വന്നാലും അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 2 ആണ്. അതായത് മൈനസ് ഉള്ള സംഖ്യകൾ ഇവിടെ വരികയില്ല എന്നുള്ളതാണ് എന്ത് ഇത് മോഡുലസിന്റെ അർത്ഥം. ഇത് -3 ആണെങ്കിലും മോഡിന്റെ ഉള്ളിൽ -3 ആണെങ്കിലും എന്താണെങ്കിലും ഈ മോഡ് എന്ത് ചെയ്യും, ആ മൈനസിനെ എന്ത് ചെയ്യും, വെട്ടിക്കളയും. അപ്പൊ പുറത്തെ എന്തേ വരുള്ളൂ, 3 തന്നെ വരുള്ളൂ. ഇനിയിപ്പോ 3 ആണെങ്കിലോ മോഡിന്റെ ഉള്ളിൽ പോസിറ്റീവ് വാല്യൂ, മോഡിന്റെ ഉള്ളിൽ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ മാറ്റമൊന്നുമില്ല, പോസിറ്റീവ് വാല്യൂ തന്നെ. പക്ഷെ നെഗറ്റീവ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, ആ നെഗറ്റീവിനെ കളഞ്ഞ് പോസിറ്റീവിനെ മാത്രമേ നമുക്ക് എന്ത് തരുള്ളൂ, ബാക്കി തരുള്ളൂ. ഓക്കെ, അത് ഓർക്കണം കേട്ടോ. മോഡുലസ് ആവുമ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, A11 A12 അങ്ങനെ പറഞ്ഞ് എല്ലാം കാണണം. അപ്പൊ ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മൈനസ് വരുമ്പോ 1 - 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും, -2 വരും. പക്ഷെ മോഡുലസിന്റെ ഉള്ളിലായതുകൊണ്ട് എന്തേ വരുള്ളൂ, പോസിറ്റീവ് വാല്യൂ മാത്രം. അതുകൊണ്ടാണ് നമുക്ക് ഈ മെട്രിക്സിൽ എന്തില്ല, എന്തേ ഉള്ളൂ, പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് വാല്യൂസ് ഇല്ല. കാരണം മോഡുലസ് എന്ത് ചെയ്തു, അത് കളഞ്ഞു. ഓക്കെ, ഇനി അപ്പൊ ഇത് ഹോംവർക്ക് ആയിട്ട് എഴുതണം കേട്ടോ. അതേപോലെ ഇതാ ഇതും കാണണിയല്ലേ, അത് വേണ്ട. അപ്പൊ ഇനി ടൈപ്സ് ഓഫ് മെട്രിക്സ്. മെട്രിക്സ് കുറെ തരമുണ്ട്. അപ്പൊ എങ്ങനത്തെയൊക്കെയാണ് എന്നുള്ളതാണ് മെട്രിക്സിന്റെ ടൈപ്സ് പറയണത്. അപ്പൊ ഇപ്പൊ പറഞ്ഞ വരെ ഉള്ള ഭാഗത്ത് നിന്ന് എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, എന്തൊക്കെ വരാം, മെട്രിക്സിന്റെ ഓർഡർ ഓഫ് മെട്രിക്സ് കാണാൻ പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓർഡർ ഓഫ് മെട്രിക്സും അതേപോലെ AIJ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷനും തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക്സ് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്ത് മെട്രിക്സ് ഏതാന്നുള്ളത് കണ്ടുപിടിച്ച് ഓരോ വാല്യൂസ്, അതായത് ഓരോ ടേംസ് മെട്രിക്സിലുള്ള ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള എല്ലാ റോയിലുള്ള എല്ലാ കോളത്തിലുള്ള എന്ത് ചെയ്യാൻ പറ്റും, ടേംസിനെ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ചെയ്ത 3 പ്രോബ്ലം അങ്ങനെയാണ്. അതിൽ മൂന്നാമത്തെ എന്ത് ചെയ്യണം, ഹോംവർക്കായി നിങ്ങൾ ചെയ്യണം. ഓക്കെ, ടൈപ്സ് ഓഫ് മെട്രിക്സ്. ടൈപ്സ് ഓഫ് മെട്രിക്സിൽ പറയണത് ആദ്യത്തെ റോ മെട്രിക്സ് ആണ്. ആദ്യത്തെ മെട്രിക്സ് ആണ് നമ്മള് റോ മെട്രിക്സ്. എന്താണ് റോ മെട്രിക്സ്? റോ മെട്രിക്സിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ റോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ മെട്രിക്സിന്റെ ഉള്ളിൽ ഒരൊറ്റ റോ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത് ചെയ്യില്ല, ഒറ്റ റോ മാത്രം, ഒരൊറ്റ റോ മാത്രമേ ഉണ്ടാവുള്ളൂ. കോളം എത്ര വേണമെങ്കിലും ആവും. കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയണത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ 4 സംഖ്യകളാവും, 4, 5, 6, 7 അങ്ങനെ 4 എണ്ണം ആവാം. പക്ഷെ എന്തേ ഉള്ളൂ, റോ ഒറ്റൊന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 4, 5 അങ്ങനെ 2 എണ്ണം ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തേ ഉള്ളൂ, ഒരു റോ ഉള്ളൂ. പക്ഷെ ഇവിടെ താഴത്തേക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. ഇത് റോ ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ. മറ്റേതെന്താവാം, എത്ര എണ്ണം വേണമെങ്കിലും ആവാം, കുഴപ്പമില്ല. ഇത് ഇവിടേക്ക് ഇപ്പൊ 8 കഴിഞ്ഞ് 9, 10, 11, 12 അങ്ങനെ എത്ര ഉണ്ടെങ്കിലും കുഴപ്പമില്ല. 1/n എന്നുള്ളതാണ്. അപ്പൊ ഇറ്റ് ഹാസ് ഓൺലി 1 റോ. എന്താണ്, ഒരു റോ മാത്രമേ ഉള്ളൂ. 1/n മെട്രിക്സ് ആണിത്, 1/n മെട്രിക്സ്. അപ്പൊ റോ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ റോ മാത്രമുള്ള മെട്രിക്സിനെയാണ് റോ മെട്രിക്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ കോളം മെട്രിക്സ് എന്താവും, കോളം മെട്രിക്സ് എന്താവും, കോളം മെട്രിക്സ് എന്താവും, കോളം മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കോളം മാത്രമുള്ളതാണ് എന്ത്, കോളം മെട്രിക്സ്. ഒറ്റ കോളം മാത്രമുള്ളതാണ് കോളം മെട്രിക്സ്. അപ്പോ ഒരൊറ്റ കോളം മാത്രമുള്ളത് കോളം മെട്രിക്സ്. അപ്പൊ എന്താ ഉണ്ടാവുക, ഇവിടെ എന്താവും, n/1 ഉണ്ടാവും. റോ എത്ര വേണമെങ്കിലും ആവാലോ, റോ എന്താവാം, റോ എത്ര വേണമെങ്കിലും ആവാം. അപ്പോ n/1 ആവും ഇതിന്റെ ഫോം, n/1 ആവും ഇതിന്റെ ഫോം. അപ്പൊ കോളം കോളം ഒറ്റൊന്നേ പാടുള്ളൂ. ഇത് ഇങ്ങനെ ഒറ്റൊന്നേ പാടുള്ളൂ. പക്ഷെ ഇങ്ങടെ എത്ര വേണമെങ്കിൽ നീണ്ടുപോവാ. ഇത് ഇവിടെ 4, 7, 8, 9, 10, 11, 12 വരെ അങ്ങനെ താഴത്തേക്ക് എത്ര വേണമെങ്കിലും പോവാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, സൈഡിക്ക് ഇങ്ങോട്ടും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല, കോളം വരാൻ പാടില്ല. ഓക്കെ, അതാണ് കോളം മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ
അടുത്തത് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താവും. ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ എന്താ ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അത് സൈഡ്സ് ഈക്വൽ ആവും എന്നുള്ളതാണ്. സൈഡ്സ് ഈക്വൽ ആവും എന്നാണ് ഒരു സ്ക്വയറിന് നമ്മൾ എങ്ങനെ വരയ്ക്കുക. ഇത് സ്ക്വയറാ അതോ ഇത് സ്ക്വയറാ? അല്ല. സ്ക്വയർ എന്താ? സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കൃത്യമായിട്ട് എല്ലാ സൈഡും ഈക്വല് എന്നുള്ളതാണ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് ഈക്വൽ ആക്കാൻ നമ്മുടെ ആകെ എന്തേ ഉള്ളൂ, ഒരു റോവും ഉണ്ട് ഒരു കോളും ഉണ്ട്. അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ വേറൊന്നും ഈക്വൽ ആക്കാനില്ല. അപ്പൊ നമ്മുടെ ഇവിടെ എന്താവും, നമ്പർ ഓഫ് റോ ഈക്വൽ ടു നമ്പർ ഓഫ് കോളം. അതായത് നമ്പർ എത്ര കോളം ഉണ്ടോ അത്ര തന്നെ റോ ഉണ്ടാവും. അപ്പൊ ഇവിടെ 2 റോ ആണുള്ളത് വെച്ചാൽ 2 കോളം ഉണ്ടാവും. ഉണ്ടോ? ഇതൊരു കോളം ഇതൊരു കോളം. അപ്പൊ ഇനി 3 റോ ഉണ്ടെങ്കിലോ 3 കോളം ഉണ്ടാവും. 4 റോ ഉണ്ടെങ്കിൽ 4 കോളം ഉണ്ടാവും. അപ്പൊ എപ്പോഴും എങ്ങനെ വരുള്ളൂ, n/n വരുള്ളൂ. നേരത്തേക്ക് m/n ആയിരുന്നു. ഇത് എന്ത് ചെയ്യാ, റോ മാറാം അല്ലെങ്കിൽ കോളം മാറാം അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ n/n ആണ്. ഇത് 3/3 2/2 1/1 അങ്ങനെ ഒക്കെ ഒറ്റൊന്നേ നമ്പേഴ്സ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതാണ് നമ്മുടെ സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞ. ഇനി അടുത്താണ് എന്ത്, ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഡയഗണൽ മെട്രിക്സ് ഇതേപോലെ സ്ക്വയർ മെട്രിക്സിൽ മാത്രം വരുന്നൊരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡയഗണൽ മെട്രിക്സ് ആവുള്ളൂ. പക്ഷെ എല്ലാ സ്ക്വയർ മെട്രിക്സും ഡയഗണൽ മെട്രിക്സ് ആവണമെന്നില്ല. പക്ഷെ ഡയഗണൽ മെട്രിക്സ് എല്ലാം എന്താവും, സ്ക്വയർ മെട്രിക്സ് ആവും. അപ്പൊ ആ ഒരു പോയിന്റ് ഓർക്കണം. ഓക്കെ. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് നമ്മൾ 2/2 കാണുകയാണ്. 2/2 ഡയഗണൽ മെട്രിക്സ് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്ക്വയർ. അപ്പോ നമ്മൾ ശരിക്കും ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതും ഡയഗണലാണ് ഇതും ഡയഗണലാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരൊറ്റ ഡയഗണലേ കൺസിഡർ ചെയ്യുള്ളൂ. ആ ഡയഗണലാണ് ഇങ്ങനെയുള്ള ഡയഗണൽ. നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഡയഗണൽ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഇപ്പൊ ഇതാണ് ഒരു സ്ക്വയർ. ഇത് സ്ക്വയർ ആണെങ്കിൽ ഇതിന്റെ ഡയഗണൽ ഇതാണ്. അപ്പോ അവിടെ മാത്രം എന്തുണ്ടാവും, വാല്യൂ ഉണ്ടാവുള്ളൂ. ബാക്കി ഇപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എന്താവും, 0 ആവും. അതാണ് ഡയഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത. ഇപ്പൊ ഇവിടെ നോക്കാം. ഇതെന്താണ്, ഒരു സ്ക്വയർ പോലെ തന്നെ ഉണ്ട് അല്ലെ, ഒരു സ്ക്വയർ ആണിത്. ഈ സ്ക്വയറിന്റെ ഡയഗണല് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ പറവും 0 ആണ്. കണ്ടു? ഇവിടെ മാത്രം ഈ ഡയഗണലിൽ മാത്രം നോൺ സീറോ വാല്യൂസ് ഉണ്ടാവും. അതാണ് എന്ത്, ഡയഗണൽ മെട്രിക്സ്. അടുത്തത് സ്കാലാർ മെട്രിക്സ്. സ്കാലാർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് തന്നെയാണ് സ്കാലാർ മെട്രിക്സ്. അതായത് ഒരു സ്ക്വയർ, ഇതിന്റെ ഡയഗണലിൽ മാത്രമേ നോൺ സീറോ വാല്യൂസ് ഉള്ളൂ. പക്ഷെ ഈ നോൺ സീറോ വാല്യൂസ് എല്ലാം എന്തായിരിക്കണം, സെയിം ആവണം. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4 ആവണം. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെയും 5 ആവണം. 5 0 0 5. ഇതാണ് എന്ത്, വേറൊരു സ്കേലാർ മെട്രിക്സ്. ഇനി അതേപോലെ ഇതവിടെ നോക്കൂ, ഉണ്ടോ? ആ ഡയഗണലിലുള്ള എല്ലാ നമ്പേഴ്സും എന്താണ്, സെയിം ആണ്. ഓക്കെ, സെയിം നമ്പർ ആണ്. ഡയഗണൽ ഇവിടുത്തെ എന്താണ്, സ്ക്വയർ മെട്രിക്സ് ആണ്, ഡയഗണൽ മെട്രിക്സ് ആണ്. കൂടെ എന്തും കൂടിയാണ്, ഡയഗണലിലെ എല്ലാം സെയിം നമ്പേഴ്സും കൂടി ആവണം. അതാണ് എന്ത്, സ്കേലാർ മെട്രിക്സ്. ഇനി ഐഡന്റിറ്റി മെട്രിക്സ്. ഇത് ഇമ്പോർട്ടന്റ് ആയ ഒരു മെട്രിക്സ് ആണ്. നമുക്ക് പല ചോദ്യങ്ങളിലും എന്തുണ്ടാവും, ഈ ഐഡന്റിറ്റി മെട്രിക്സ് വെച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ടാവും. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിലോ അല്ലെങ്കിൽ ഇതിലോ ഒക്കെ എന്ത് ചെയ്യും, അങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യും. അപ്പൊ കുറച്ചുകൂടി എന്ത് ചെയ്യും, ക്ലിയർ ആവും കേട്ടോ. ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്ക്വയർ മെട്രിക്സ് ആണ്, ഡയഗണൽ മെട്രിക്സ് ആണ്. പക്ഷെ ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ ഡയഗണലിന്റെ വാല്യൂ എപ്പോഴും 1 മാത്രമാവും. എന്താണ്, 1 മാത്രമാവും. കണ്ടോ? ഈ ഡയഗണലില് 1 മാത്രമാണ് വാല്യൂ. അപ്പൊ ഒരു ഡയഗണൽ മെട്രിക്സ് 4/4 ആണെങ്കിലും എങ്ങനെ തന്നെയാവും, 4/4 ആണെങ്കിലും എങ്ങനെ തന്നെയാവും, കാണിച്ചു തരാം.
നമ്മുടെ മെട്രിക്സ് കേട്ടോ. മെട്രിക്സ് 4x4 മെട്രിക്സ് ആണ്. 4x4 മെട്രിക്സ് ആണ്. 4x4 എന്ന് പറഞ്ഞാൽ 4 റോ ഉണ്ടാവും, 4 കോളം ഉണ്ടാവും. അപ്പോ 1 0 0 0 ഇപ്പോഴല്ലേ 4 കോളായുള്ളൂ. ഇനി അടുത്തെന്ത് വരും? 0 ഡയഗണൽ ഏതാ? ഡയഗണല് ഇത് ഡയഗണൽ അല്ലേ, അപ്പൊ അവിടെ 1 വന്നു. ബാക്കി 0 0. ഇനി ഇത് 0, ഇതെന്താ വരും? 0 ഡയഗണൽ ആകുമ്പോ ഇവിടെ 1 0. ഇനി അടുത്തത് 0 0 0 1. ഇതാണ് എന്ത്? 4x4 ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സും ആണ്, സ്ക്വയർ മെട്രിക്സും ആണ്, സ്കാലാർ മെട്രിക്സും ആണ്. ഇത് എന്തുവാണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സ്ക്വയർ മെട്രിക്സ് ആണ്, ഡയഗണൽ മെട്രിക്സ് ആണ്, സ്കാലാർ മെട്രിക്സ് ആണ്, അതേപോലെ എന്താണ്? ഇതാണ് എന്ത്? ഐഡന്റിറ്റി മെട്രിക്സ്. അതായത് 1 ഉള്ളതാണ് എന്ത്? ഐഡന്റിറ്റി. ഓക്കെ, അപ്പോ ഇത് മറക്കരുത്. അപ്പൊ ഏത് നമുക്ക് ഓർഡർ വന്നാലും ഐഡന്റിറ്റി മെട്രിക്സ് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ പറ്റണം. ഓക്കെ, ഇനി അടുത്തത് സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാല്ലേ, എന്താണ്? ഒക്കെ 0, എല്ലാം 0. ഇതാ എല്ലാം 0 ആണ്, കണ്ടു? അതേപോലെ അപ്പുറത്ത് നോക്കൂ, എല്ലാം 0. ഇത് സ്ക്വയർ മെട്രിക്സ് ആവണമെന്നൊന്നുമില്ല. ഒരു മെട്രിക്സിനുള്ളിലുള്ള എല്ലാ ടേംസും 0. അതാണ് എന്ത്? സീറോ മെട്രിക്സ്. ഇനി നമ്മൾ ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ് നോക്കുകയാണ്. ഒരു 2 മെട്രിക്സ് ഈക്വൽ ആണ് എന്ന് പറയണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ഓർഡർ ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ 2 മെട്രിക്സ് ഉണ്ട്. ഇതൊരു എ മെട്രിക്സ്, ഇതൊരു ബി മെട്രിക്സ്. ഓക്കെ, ഇതിന്റെ ഓർഡർ 2x2 ആണ്, ഇതിന്റെ ഓർഡർ 2x3 ആണ്. അപ്പൊ ഈ 2 മെട്രിക്സും എന്തല്ല? ഈക്വൽ അല്ല. നോട്ട് ഈക്വൽ. ഈ 2 മെട്രിക്സും എന്തല്ല? ഈക്വൽ അല്ല. പക്ഷെ 2 മെട്രിക്സിന്റെ ഓർഡർ സെയിം ആണ്. അതായത് ഇതും 2x2 ആണ്, അതേപോലെ ഇതും 2x2. എയും ബിയും 2x2 മെട്രിക്സ് ആണെങ്കിൽ അതെന്താണ്? ഈക്വൽ മെട്രിക്സ് ആവാം. നമുക്കപ്പോ അതിന് കണ്ടീഷൻ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത് പറയാണ് ഒരു മെട്രിക്സിന്റെ എക്സും വൈയും സെഡും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അത് കാണണം. നമുക്ക് തന്നിട്ടുള്ള ആകെ ഇത് മാത്രമാണ്. എന്താണ്? ഈ 2 മെട്രിക്സും എന്താണ്? ഈ 2 മെട്രിക്സും ഈക്വൽ ആണ്. അപ്പൊ ഈ 2 മെട്രിക്സും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ നോക്കി നോക്കാം. ഇനിയിപ്പൊ അവര് പറഞ്ഞോണ്ട് നമുക്ക് ഉറപ്പൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇത് 2x2 ആണ് അല്ലേ? ഇത് 2x2 ആണ്. ഇതും 2x2 ആണ്. ഇതും 2x2 ആണ്. അപ്പൊ ഇത് രണ്ടും 2x2 മെട്രിക്സ് ആയതുകൊണ്ട് ഓർഡർ ഓഫ് മെട്രിക്സ് സെയിം ആയതുകൊണ്ട് എന്താവും? ഈക്വൽ മെട്രിക്സസ് ആവും. അപ്പൊ ഇനി ശ്രദ്ധിക്കുക, എക്സും വൈയും പിന്നെ സെഡും ആണ് കാണേണ്ടത്. സെഡാണ് കേട്ടോ, ഇത് സെഡാണ്. എക്സും വൈയും സെഡും ആണ് നമുക്ക് കാണേണ്ടത്. എക്സും വൈയും സെഡും കാണാൻ എന്താ ചെയ്യാ? ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ ടേമും ഈ ടേമും ഈക്വൽ ആവും. ഈക്വൽ മെട്രിക്സ് ആണെങ്കിൽ എയുടെ A11ഉം, അതായത് ഇത് എ ആയി എടുക്കുക, ഇത് ബി ആയി എടുക്കുക. അപ്പൊ എയുടെ A11 ഈക്വൽ ടു ബിയുടെ A11. A11 ഏതാ? ഇതാണ്. അപ്പൊ പൊസിഷൻ നോക്കിയാൽ മതി. അപ്പൊ ഈ പൊസിഷനിലുള്ള ഏതാണ്? ഇതാണ് പൊസിഷൻ, ഇതാണ് ആ പൊസിഷനിലുള്ളത്. അപ്പൊ y ഈക്വൽ ടു 4. എന്താണ്? y ഈക്വൽ ടു 4 ആണ്. ഇനി അതേപോലെ അടുത്തത് സെഡ്. ഇത് സെഡ് ആണ്. ഈ സെഡിന്റെ അവിടെ ഈ പൊസിഷനിൽ ഈ മെട്രിക്സിൽ എവിടെയുള്ളത്? ഇവിടെ. അപ്പൊ എന്താ? സെഡ് ഈക്വൽ ടു 3. ഇനി അടുത്ത എന്താ? അടുത്ത എന്താ? എക്സ് ഈക്വൽ ടു ഈ എക്സിന്റെ ഇവിടെ ഈ മെട്രിക്സിലുള്ള എക്സിന്റെ പൊസിഷൻ ഇപ്പുറത്തെ ഏതാ? 1. അപ്പൊ എക്സ് ഈക്വൽ ടു 1 ആണ്. 5 ഈക്വൽ ടു 5 തന്നെയാണല്ലോ. അപ്പൊ പിന്നെ ഒന്നും നോക്കാല്ലേ, എന്താണ്? y ഈക്വൽ ടു എത്രയാണ്? 4 ആണ്. z ഈക്വൽ ടു എത്രയാണ്? 3 ആണ്. x ഈക്വൽ ടു എന്താണ്? 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സും വൈയും സെഡും കിട്ടി. ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. സിമ്പിൾ ആയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി?
എക്സും വൈയും സെഡും കാണാൻ പറ്റി അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇനി അടുത്ത മെട്രിക്സ് ഇതേപോലെ ഈക്വൽ മെട്രിക്സ് ആണ് അത്രേ. എന്താണ്? ഈക്വൽ മെട്രിക്സ് ആണ്. ആണോ? നോക്കി നോക്കാം. ഈക്വൽ മെട്രിക്സ് ആണോ എന്ന് അറിയണമെങ്കിൽ ഇതെന്താ? 2 റോ ഉണ്ട്, 2 കോളം ഉണ്ട്. അപ്പൊ അതൊരു 2x2 ആണ്. ഇതോ? നമ്മളൊരു ക്വസ്റ്റ്യൻ അവർ തന്നു എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ഡയറക്റ്റ് എടുത്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഓർഡർ സെയിം അല്ലെങ്കിൽ നമുക്ക് എഴുതാം. അതായത് ഇതിന്റെ ഓർഡർ സെയിം അല്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് ഈക്വൽ മെട്രിക്സ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വാല്യൂ കാണാൻ പറ്റില്ല എന്ന് തന്നെ എന്ത് ചെയ്യാം? എടുത്തെഴുതാം. അധികം അങ്ങനെ തരില്ല, പക്ഷെ അഥവാ തന്നാലോ? ഓക്കെ, അപ്പൊ ഇതെന്താണ്? 2x2. അപ്പൊ ഇതും 2x2 ആണ്, ഇതും 2x2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൺസിഡർ ചെയ്യാം? a11 ഈക്വൽ ടു a11, ഇപ്പുറത്തെ a11, അതായത് x+y ഈക്വൽ ടു 6 ആവും അല്ലേ? x+y ഈക്വൽ ടു 6 ആവും. അതേപോലെ ഇനി അടുത്തത് ഇതാ ഇവിടെ ഒന്നുണ്ട്. അതെന്താ? അത് y+z ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെഡിന്റെ വാല്യൂ കണ്ടുകൂടെ? സെഡിനെ ഇവിടെ തന്നെ നിർത്തി. ഈക്വൽ ടുന്റെ അപ്പുറത്ത് 5 ഉണ്ട്. അപ്പൊ ഈ 5നെ അങ്ങോട്ട് ഉണ്ട്. ഇപ്പൊ എന്താ കിട്ടി? സെഡ് ഈക്വൽ ടു 0 കിട്ടി അല്ലേ? സെഡ് ഈക്വൽ ടു 5 - 5 എന്ത് കിട്ടി? 0 കിട്ടി. അപ്പൊ സെഡിന്റെ വാല്യൂ കിട്ടി. എന്താ? സെഡ് ഈക്വൽ ടു 0. സെഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി അടുത്തത് നമ്മുടെ ഉള്ളത് എന്താ? സെഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമ്മുടെ ഉള്ളത് x+y ഈക്വൽ ടു 6 എന്നുണ്ട്. അതേപോലെ x×y ഈക്വൽ ടു 8 എന്നുണ്ട്. ഇത് വെച്ച് നമുക്ക് കണ്ടൂടെ? എങ്ങനെയാ കാണുക? നമുക്ക് ഇത് വെച്ചിട്ടിപ്പോ എക്സും വൈയും കൂട്ടിയ, ഇത് എക്സും വൈയും രണ്ട് സംഖ്യകളാണ്. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടിയ 6 കിട്ടണം. അതേപോലെ അത് തമ്മിൽ ഇൻഡു ചെയ്ത 8ഉം കിട്ടണം. അപ്പൊ നമ്മുടെ ഏതൊക്കെ സംഖ്യകളുണ്ട് അങ്ങനെ നോക്കുമ്പോൾ? ഇതിപ്പോ വലിയ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിപ്പോ ചെറിയ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എക്സ്ട്രീം ആയി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക? ഇത് വെച്ചിട്ട് തന്നെ കാണാം. ഇത് രണ്ട് നമ്പർ കൂട്ടിയ 6 കിട്ടും. അതേ നമ്പർ ഗുണിച്ച എന്ത് കിട്ടും? 8ഉം കിട്ടും. അങ്ങനെയാണെങ്കിൽ 6 കിട്ടാൻ നമുക്ക് ഏതൊക്കെ വഴിയുണ്ട്? 3 + 3 എന്താണ്? 6 ആണ്. പക്ഷെ 3 × 3 8 ആണോ? അല്ല. അപ്പൊ ഇതല്ല ഉത്തരം. 3 അല്ല. ഇനി അടുത്ത എന്ത് നോക്കാം? ഉത്തരം 3 അല്ല. ഇനി അടുത്ത വേറെ എന്തൊക്കെ ഉണ്ട്? 6 കിട്ടണം. ഇനി എന്ത് ചെയ്യാ? 5 + 1 6 ആണ്. പക്ഷെ 5 × 1 8 ആണോ? അല്ലല്ലോ. 5 അല്ല. പിന്നെ ഇനി എന്ത് പറ്റും? ഇനി എന്ത് ചെയ്യാൻ പറ്റും? അടുത്തത് ഇനിയിപ്പോ 6 കിട്ടാൻ എന്താ വഴി? 4 + 2 6 ആണ് അല്ലേ? എന്താണ്? 4 + 2 6 ആണ്. 4 + 2 6 ആണെങ്കിൽ 4 × 2 8 ആണോ? അതെ അല്ലേ? 8 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x = 4 y = 2 എന്ന് കിട്ടി അല്ലേ? അത് തിരിച്ചായാലും കുഴപ്പമില്ല. x = 2 y = 4 എന്ന് എഴുതിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. അതുകൊണ്ട് മാറ്റമൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ആ ക്വസ്റ്റ്യന്റെ ഉത്തരവും കിട്ടി. ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾ കാണാൻ ആരംഭിക്കുവോ? എങ്ങനെ കാണുക? എങ്ങനെയാണ്? ഇതേപോലെ ഇത് ഏതാ മെട്രിക്സ്? ഓർഡർ ഓഫ് മെട്രിക്സ് എന്താ? 3 റോ ഉണ്ട്. 3 ഇൻറ്റു ഒരു കോളേ ഉള്ളൂ. അപ്പോൾ 3/1. ഇതോ 3 റോ ഉണ്ട്, ഒരു കോളേ ഉള്ളൂ. 3/1. അപ്പോൾ ഓർഡർ ഓഫ് മെട്രിക്സ് സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ ആണ്. അപ്പൊ എന്ത് കൊടുക്കും? x+y + z ഈക്വൽ ടു 9. ഇനി x+z ഈക്വൽ ടു 5, y+z ഈക്വൽ ടു 7. അപ്പൊ ഇത് വെച്ച് നമ്മൾ എന്ത് കാണണം? എന്താ കാണുക? ഇത് നമുക്കിതിനെ
ഇത് ഓരോ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടണം? ഉത്തരം കിട്ടണം. ഓക്കെ, ഉത്തരം എങ്ങനെ കിട്ടുക ഇതിന്റെ? ഇത് y പ്ലസ് സെഡ് 7 ആണ് അല്ലേ? നമുക്ക് രണ്ട് ഇക്വേഷൻ നമ്മൾ എടുക്കുക. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 9 ആണ്, y പ്ലസ് സെഡ് ഈക്വൽ ടു 7 ആണ്. അങ്ങനെയാണ് ഇവിടെ y പ്ലസ് സെഡ് ഇല്ലേ ഇക്വേഷനില്. അപ്പൊ എന്ത് ചെയ്യാ? ഈ എക്സ് പ്ലസ് 7 ഇട്ട് കൊടുത്തൂടെ? അപ്പൊ എക്സ് പ്ലസ് 7 ഈക്വൽ ടു 9 എന്ന് കിട്ടി. അങ്ങനെയാണ് എക്സ് ഈക്വൽ ടു എന്താ വരിക? 9 മൈനസ് 7 എത്ര? 9 മൈനസ് 7 എത്ര? 2. അപ്പൊ എക്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. എക്സ് 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കണ്ടൂടെ? ബാക്കി എങ്ങനെ കാണും? എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു 5 ആണ്. അപ്പൊ എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ് 2 എന്ന് കിട്ടി. അപ്പൊ 2 പ്ലസ് സെഡ് ഈക്വൽ ടു 5. അപ്പൊ സെഡ് ഈക്വൽ ടു എത്ര? 5 മൈനസ് 2 ഈക്വൽ ടു എത്ര? 3. ഓക്കെ, 3 കിട്ടിയില്ലേ? അത് അത്രേ ഉള്ളൂ. ഇനി y മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോ എക്സ് ഈക്വൽ ടു 3 എന്നും കിട്ടി, പിന്നെ സെഡ് ഈക്വൽ ടു 2 എന്നും കിട്ടി. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യാ? ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. എക്സ് എത്ര? 3 പ്ലസ് വൈ അറിയില്ല, y പ്ലസ് സെഡ് എത്ര? 2. അപ്പോ 5 പ്ലസ് വൈ ഈക്വൽ ടു 9. 5 പ്ലസ് വൈ ഈക്വൽ ടു 9 ആണെങ്കിൽ വൈന്റെ വാല്യൂ എന്ത് കിട്ടും? 4. 4 കിട്ടി. അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ കണ്ടുപിടിച്ചു. അപ്പൊ ഇതിലുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആര് ചെയ്യണം? നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. ചെയ്യോ? എന്തോ ഒന്നുകൂടി പറഞ്ഞുതരണോ? ഒന്നും കൂടി പറഞ്ഞുതരാം. മറ്റേത് ഹോംവർക്കാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഓർഡർ ഓഫ് മെട്രിക്സ് നോക്കണം. 2 റോ 2 കോളം, ഇപ്പൊ 2/2. ഇതും 2 റോ 2 കോളം, 2/2. അപ്പോ ആദ്യത്തെ ടേം ഇതാണ്, ഇതാണ്. അപ്പോ എക്സ് പ്ലസ് 2y ആണ് 6. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 6. -5 ഈക്വൽ ടു -5 തന്നെ, അത് നീ നോക്കണ്ട. 3 ഈക്വൽ ടു 3 തന്നെ, അത് നോക്കണ്ട. പിന്നെ 2x പ്ലസ് വൈ ഈക്വൽ ടു 6ഉം 2x പ്ലസ് വൈ ഈക്വൽ ടു 6ഉം. അപ്പോ എന്ത് ചെയ്യും? അപ്പൊ എന്താ ചെയ്യാ? അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അതായത് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 6ഉം പിന്നെ 2x പ്ലസ് വൈ ഈക്വൽ ടു 6ഉം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പോ എന്ത് കിട്ടും? 2y ന്ന് y പോയാ y ഈക്വൽ ടു എന്ത് കിട്ടി? 0. ഇവിടെയോ? എക്സ് മൈനസ് 2x, അപ്പൊ -x പ്ലസ് വൈ ഈക്വൽ ടു 0. അപ്പോ ഇവിടെ എന്താണ്? എക്സ് ഈക്വൽ ടു വൈ ആണ്, y ഈക്വൽ ടു എക്സ് ആണ്, y ഈക്വൽ ടു എക്സും ആണ്. പിന്നെ അതേപോലെ എന്താ? 6 കിട്ടും വേണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അയ്യോ സോറി, ഒരു മിനിറ്റ്. y ഈക്വൽ ടു എക്സ് ആണ്. അപ്പോ y ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? എക്സ് വൈന്റെ അവിടെ എക്സ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പോ എക്സ് പ്ലസ് 2x തന്നെ എഴുതാം. അതായത് എക്സിന്റെ അവിടെ y തന്നെ കൊടുക്കാം. ഈക്വൽ ടു എന്താ കിട്ടി? 6 കിട്ടും. അപ്പോ എക്സ് പ്ലസ് 2x 6 ആണെന്ന് പറഞ്ഞാൽ 3x ആണ് എന്ത്? 6. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? 6/3 ഈക്വൽ ടു 2 കിട്ടി. ഓക്കെ, ഉത്തരം അങ്ങനെ കിട്ടി. അപ്പൊ ഇതെന്ത് ചെയ്യണം? ഇതെല്ലാരും എന്ത് ചെയ്യണം? ഹോംവർക്കായി ചെയ്യണം. ഓക്കെ, ഇത് ഹോംവർക്കാണ് കേട്ടോ. എന്ന് പറയണത്. ഇനി അടുത്തത് ഓപ്പറേഷൻ ഓൺ മെട്രിക്സ്. അപ്പൊ ഇപ്പൊ നമ്മള് എന്ത് പഠിച്ചു? മെട്രിക്സ് ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ് വെച്ചിട്ട് ഒരു മെട്രിക്സ് കാണാൻ പഠിച്ചു. ആദ്യം എന്ത് പഠിച്ചു? ഓർഡർ ഓഫ് മെട്രിക്സ് പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ഓർഡർ ഓഫ് മെട്രിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? ഓർഡർ ഓഫ് മെട്രിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പഠിച്ചു? ഒരു മെട്രിക്സിന്റെ ജനറൽ ഫോം വെച്ചിട്ട് തന്ന മെട്രിക്സിന്റെ ഇത് വെച്ച് തന്ന മെട്രിക്സ് ഏതാന്ന് കാണാൻ പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു?
കുറേ തരം മെട്രിക്സ് ഉണ്ട്. ഐഡന്റിറ്റി മെട്രിക്സ്, സ്കേലാർ മെട്രിക്സ്, ഡയഗണൽ, അങ്ങനെ കുറേ മെട്രിക്സുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെന്താ പഠിച്ചേ? പിന്നെ ഇപ്പോൾ ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് വെച്ചിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓർഡർ ഓഫ് മെട്രിക്സ് നോക്കിയിട്ട് വേണം ബാക്കി ചെയ്യാൻ പാടുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ അതിലില്ലാത്ത ഇത് കിട്ടാത്ത വാല്യൂസിനെയൊക്കെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചു. ഇനി ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ്. ഓപ്പറേഷൻ ഓഫ് മെട്രിക്സ് ചിലപ്പോൾ നമുക്കിന്ന് ഫുൾ എടുക്കാൻ പറ്റില്ല, പറ്റണത്ര എടുക്കാം. കാരണം നിങ്ങൾക്ക് മനസ്സിലായി ഇത് ചെയ്ത വരെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തറോ ആവണം. ഇതേപോലെ ഇപ്പൊ ഈ മെട്രിക്സ് എന്ന് പറഞ്ഞ പാഠം നേരെ അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിറ്റർമിനൻസ് എന്നുള്ള പാഠം പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ മെട്രിക്സിൽ ഇപ്പൊ പഠിച്ചതിന്റെ ഫുൾ അപ്ലിക്കേഷൻ ആണ് എന്ത് വരുന്നത്? ഡിറ്റർമിനൻസിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഈ മെട്രിക്സ് തന്നെ പഠിഞ്ഞിട്ടില്ലെങ്കിൽ ഡിറ്റർമിനൻസ് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, ഇതിപ്പോ നമ്മൾ പ്ലസും മൈനസും അതേപോലെ നെഗറ്റീവ് നമ്പേഴ്സും ഒക്കെ പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ഇക്വേഷൻസും ഒക്കെ പഠിച്ചത് അല്ലേ? അപ്പൊ അതേപോലെ എന്ത് ചെയ്യണം? ഒരു പ്ലസും മൈനസും പഠിക്കണ പോലെയാണ് നമുക്ക് ഈ പാഠം. ഡിറ്റർമിനൻസ് പഠിക്കാനുള്ള ഒരു അടിത്തറയാണ് നമ്മളുടെ ഈ മെട്രിക്സ് എന്ന് പറഞ്ഞ പാഠം. പക്ഷെ മെട്രിക്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ ക്വസ്റ്റ്യൻസും വരലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. തെറ്റിയ ചെറിയ തെറ്റിലടക്കം വലിയ മാർക്ക് ലോസ് ഉണ്ടാകും. കാരണം ഇതിലുള്ള ഇപ്പൊ പ്ലസ് ആയാലും മെട്രിക്സ് തമ്മിലുള്ള പ്ലസ് ആയാലും മൈനസ് ആയാലും അതേപോലെ എക്സും വൈയും സെറ്റും ഒക്കെ കാണുന്നൊക്കെ അഥവാ ചെറിയൊരു തെറ്റ് വന്നാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ എക്സ് മാറി വൈ മാറി. ഇപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനില് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ഇക്വേഷനിൽ 6 = 6 എന്ന് കണ്ടു. അപ്പൊ നമ്മൾ പെട്ടെന്ന് എന്ത് എഴുതി വയ്ക്കും? എക്സ് ഈക്വൽ ടു 3 വൈ ഈക്വൽ ടു 3 എന്ന് എഴുതി വയ്ക്കും. തെറ്റിയില്ലേ? തെറ്റി. നേരെ മറിച്ച് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എക്സ് പ്ലസ് വൈ അല്ല 6, എക്സ് പ്ലസ് 2y ആണ് 6. അപ്പൊ അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ഉത്തരം എക്സ് ഈക്വൽ ടു 2 വൈ ഈക്വൽ ടു 2 എന്ന് കിട്ടാൻ. മറ്റേത് എന്തായി? മൊത്തം തെറ്റിയില്ലേ? അപ്പോ നമുക്ക് സ്റ്റെപ്പിനുള്ള മാർക്ക് കൂടി ചിലപ്പോൾ ചില ടീച്ചർമാര് നമുക്ക് തരില്ല. അപ്പൊ എന്താവും? അത് ആ ഒരു ക്വസ്റ്റ്യൻ മൊത്തം തെറ്റാവും. അപ്പൊ 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്തായി? ആ 3 മാർക്ക് വെറുതെ പോയില്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ പലരുടെയും മാർക്ക് ഇങ്ങനെയുള്ള ചെറിയൊരു അശ്രദ്ധ മതി ഇത് പോവാൻ. പക്ഷെ എളുപ്പമുള്ള പാടാണ് അല്ലേ? ഇത് ചെറുതായി നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് നന്നായി സ്കോർ ചെയ്യാൻ പറ്റണ പാടുവാണിത്. അപ്പൊ ഇനി നമ്മള് മെട്രിക്സിന്റെ ഓപ്പറേഷൻസ് പഠിക്കാം. മെട്രിക്സിന്റെ ഓപ്പറേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ അപ്പൊ നമ്മൾ എന്താണ്? ഓപ്പറേഷൻ ജാവയിലേക്ക് കിടക്കുകയാണ് അല്ലേ? ജാവ ഈസ് വെരി സിമ്പിൾ ബട്ട് പവർഫുൾ അല്ലേ? അപ്പൊ എന്താണ്? നമുക്കത് സിമ്പിൾ ആണ്, പക്ഷെ തെറ്റിയ മാർക്ക് നല്ലോണം പോവുകയും ചെയ്യും. അപ്പൊ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇത് കേൾക്കാൻ. അപ്പൊ ഒരു മെട്രിക്സ് എ തന്നു, മെട്രിക്സ് ബി തന്നു. അപ്പൊ ഇതും എന്താണ്? ഈക്വൽ മെട്രിക്സസ് ആണെങ്കിൽ, ഈക്വൽ മെട്രിക്സസ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് മെട്രിക്സ് ഈക്വൽ ആണ്. ഓക്കെ, അതായത് ഓരോ ടേംസ് ഈക്വൽ ആവണ്ട, ഓർഡർ ഓഫ് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് നടത്താൻ പറ്റും. ഇത് പ്ലസും മൈനസും എന്നുള്ള ഓപ്പറേഷൻസ് നടത്തണമെങ്കിൽ എന്ത് വേണം? ഓർഡർ ഓഫ് മെട്രിക്സ്, രണ്ട് മെട്രിക്സ് എ ആൻഡ് ബിയുടെ ഓർഡർ ഓഫ് മെട്രിക്സ് സെയിം ആയിരിക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഓർഡർ ഓഫ് മെട്രിക്സ് ചെക്ക് ചെയ്യണം. അപ്പൊ ഇതിൽ 3 റോ ഉണ്ട്, 2 കോളം ഉണ്ട്. അപ്പൊ 3/2. ഇത് 3 ഉണ്ട്, 2 കോളം. അപ്പൊ 3/2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് ഓപ്പറേഷനിലേക്ക് കിടക്കാം. ഇത് നമ്മൾ കിഡ്നി മാറ്റി വയ്ക്കുമ്പോൾ ഒരേപോലെയാണോ ബ്ലഡ് എന്നൊക്കെ ചെക്ക് ചെയ്ത് ചെയ്യില്ലേ? അതേപോലെ ഉണ്ടോ? ഇത് ഒരേപോലെയാണോ മെട്രിക്സ്, ഓർഡർ ഓഫ് മെട്രിക്സ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടും? ഓപ്പറേഷനിലേക്ക് കിടക്കാൻ പാടും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പാളും, ചത്തു പോവും, മാർക്ക് പോവും. ഓക്കെ, അപ്പൊ A+B ആണ് നമ്മൾ കാണാൻ പോണേ. A+B എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചറ പെറോന്ന് കൂട്ടാം അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതും ഇല്ലാണ്ട് കൂട്ടാം. പക്ഷെ അത് അങ്ങനെയല്ല കൂട്ടാം. അതിന് കൂട്ടണതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 5ന്റെ പൊസിഷൻ, ആദ്യത്തെ ടേം ആദ്യത്തെ റോയിലുള്ളത്, ആദ്യത്തെ കോളത്തിലുള്ളത്. അപ്പൊ അതേപോലെയുള്ള ഇവിടെ ടേം ഏതാ? 5. അപ്പൊ നമ്മൾ എന്തേ പാടൂ? ഈ 5 പ്ലസ് ഈ 5 കൂട്ടാൻ പാടുള്ളൂ. 5 + 5 എന്ത് കിട്ടി? 10. അപ്പൊ ആദ്യത്തെ ടേം എന്താണ്? 10 ആണ്. ഇനി അടുത്തത് ഇവിടെ 3, ഇവിടെ 8. ഒരേ പൊസിഷൻ ആണ് കണ്ടോ? അപ്പൊ ഇത് പ്ലസ് ഇത് എത്ര കിട്ടി? 8 + 3 11. അതേ പൊസിഷനിൽ എഴുതണം, മാറ്റി എഴുതിയാ തെറ്റും. ഇനി ഇവിടെ 4, ഇവിടെ 1. അപ്പോ
4 പ്ലസ് 1 എത്ര? 5. അതേ പൊസിഷനിൽ എഴുതി ഉണ്ടോ? ഇനി -2 ഇവിടെ 0. അപ്പോ -2 പ്ലസ് 0 എത്ര? -2 തന്നെ. അതേ പൊസിഷനിൽ എഴുതി. 7 അല്ല 7 പ്ലസ് -2 എത്ര? 7 - 2 5. 5 എഴുതി. ഇനി 1 - 3. 1 പ്ലസ് -3 1 - 3 എത്ര? -2. അപ്പൊ നമ്മുടെ A പ്ലസ് ബി എന്ന് പറഞ്ഞ ചിലപ്പോ നമുക്ക് ഫൈൻഡ് സി ഇഫ് സി ഈക്വൽ ടു A പ്ലസ് ബി എന്ന് പറഞ്ഞ അപ്പൊ ഇതാണ് എന്ത്? സി എന്നുള്ള മെട്രിക്സ് ഏതാണ്? ഇതാണ്. നമുക്ക് കിട്ടി. ഇനി അതേപോലെ നമ്മുടെ അടുത്ത് എന്ത് പറയാണ്? മൈനസ് കാണാൻ പറയാണ്. A മൈനസ് ബി കാണാണ്. എന്ത് കാണാണ്? A മൈനസ് ബി. അപ്പോഴും ഇതേപോലെ തന്നെ പൊസിഷൻ നോക്കുക. 5 ഇവിടെയും തന്നെയാണ് എന്ത്? ഫസ്റ്റ് ടേം 5. 5 - 5 0. അതേ പൊസിഷനിലാണ് എഴുതിയത്, അത് മറക്കരുത്. പിന്നെ 3 ഇവിടെ 8. 3 - 8. ഇനിയിപ്പോ എന്താ? ഈ 8 വലുത്, 3 ചെറുതാ പറഞ്ഞിട്ട് 8 - 3 ചെയ്യരുത്. A മൈനസ് ബി എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് എടുക്കണം? ആദ്യത്തെ ടേം A തന്നെ എടുക്കണം, രണ്ടാമത്തെ ടേം B തന്നെ എടുക്കണം. അപ്പൊ A എത്ര? 3. 3 - 8 എത്ര? -5. ഇനി അടുത്തത് 4. 4 - 1 3. ഇനി -2 - 0 -2. ഇനി 7 - 2 എത്ര? 7 - 2 മാത്രമേ ഉള്ളൂ? അല്ല, 7 - -2 വരും. അപ്പൊ എന്താ കിട്ടി? 7 + 2 ആയി. 1 + 2 9. ഇനി 1 - -3 എന്തായി? 1 + 3 4. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്? ഡി എന്ന് പറഞ്ഞ മെട്രിക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്പറേഷൻ ജാവ. ഇനി അടുത്ത ഓപ്പറേഷൻ എന്താ? സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മുടെ അടുത്ത ഓപ്പറേഷൻ. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ പറയാം. സ്കേലാർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാല്യൂ ഉള്ള ക്വാണ്ടിറ്റി, അതാണ് സ്കേലാർ അല്ലേ? സ്കേലാർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? 2 ആവാം, 3 ആവാം, 4 ആവാം, അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ, ഒരു ഒറ്റ വാല്യൂ, അതാണ് എന്ത്? സ്കേലാർ. മെട്രിക്സ് അല്ല, വെറും സ്കേലാർ. അപ്പോ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നമ്മുടെ അടുത്ത് പറയാണ് 5 ഈസ് ദ സ്കേലാർ ആൻഡ് A ഈസ് എ മെട്രിക്സ്. ഇതാണ് A. അപ്പോൾ ഫൈൻഡ് 5 × A എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ 5 × A എന്ന് എഴുതിയോണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. വെറുതെ അങ്ങനെ ഇട്ടാൽ മാർക്ക് കിട്ടൂല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. ഇനി ഇൻറ്റു നമുക്ക് ഇതിന് മാത്രം കൊടുത്താൽ മതിയോ? ഒരേപോലെ ഒരേ ക്ലാസ്സിലുള്ള കുട്ടികളിൽ ആദ്യത്തെ ഒരു കുട്ടിക്ക് മാത്രം നിങ്ങൾ മിഠായി കൊടുത്താൽ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ എന്താവും? സങ്കടാവും. അവർ പ്രശ്നം ഉണ്ടാക്കും അല്ലേ? അപ്പൊ അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ മിഠായി ഇപ്പൊ ഒന്നേ കൊടുക്കുള്ളൂ വെച്ചാൽ ഒരു മിഠായി എല്ലാവർക്കും കൊടുക്കണം. പശ്ചാത്താപം കാട്ടരുത്, പാർഷ്യാലിറ്റി കാട്ടാൻ പാടില്ല. അപ്പൊ അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം? മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ കുട്ടികളുള്ളൊരു ക്ലാസ് റൂമാണ്. അപ്പൊ ഓരോ കുട്ടികൾക്കും എന്താണോ കൊടുത്തത് അത് എല്ലാവർക്കും കൊടുക്കണം. അപ്പൊ എന്ത് കൊടുക്കും? 5 എന്ന് പറയുന്നത് 5 മിഠായിയാന്ന് വിചാരിക്കുക. അപ്പൊ 5 മിഠായി ആർക്കൊക്കെ കൊടുക്കണം? എല്ലാവർക്കും കൊടുക്കണം. അപ്പൊ 5 × 5 ഇൻറ്റു ആണോ ചെയ്യണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 5 × 5 25. ഇനി 5 × 3 15. 5 × 4 20. 5 × -2 -10. 5 × 9 35. പിന്നെ 5 × 1 5. അപ്പൊ ഇതാണ് നമ്മുടെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിട്ടുള്ള ആൻസർ. ഇനി അടുത്തതാ അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യാം? തൽക്കാലത്ത് അന്നത്തെ ക്ലാസ് നിർത്താം. കാരണം അത്യാവശ്യം ആയില്ലേ, ഹോംവർക്ക് ഒക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ ചെയ്യണം. അപ്പൊ ആദ്യത്തെ ഇതാ. അപ്പൊ ഇഫ് A എന്താണ്? A ഈക്വൽ ടു എന്താണ്? ഒരു മെട്രിക്സ് എന്തും B ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നു. നമ്മൾക്ക് എന്ത് കാണണം? 5A - 3B കാണണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? 5A കാണണം. 5A പറഞ്ഞാൽ 5 × A, ഇത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ കാണണം. പിന്നെ അതേപോലെ എന്ത് ചെയ്യണം? 3 × B കാണണം. 3 × B കാണണം. അപ്പൊ 5 × B നമ്മൾ എങ്ങനെ കാണുക? ഒരാൾക്ക് മാത്രം കൊടുത്തിട്ട് വിടുവോ? ഇല്ല, എല്ലാവർക്കും കൊടുക്കും അല്ലേ? എല്ലാവർക്കും കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യുക?
ഇത് വേറെ വേറെ എഴുതിയാലും മതി, ഇങ്ങനെ ഒന്നിച്ച് എഴുതാൻ ചിലപ്പോൾ 5A പറഞ്ഞാൽ 5 ഇൻറ്റു മെട്രിക്സ് എ. ഇപ്പൊ 5 ഇൻറ്റു 4 എത്ര? 20. 5 ഇൻറ്റു 0 0. 5 ഇൻറ്റു -2 -10. 5 ഇൻറ്റു 6 30. 5 ഇൻറ്റു 1 1 5. 5 ഇൻറ്റു -1 -5. അപ്പോൾ അത് കിട്ടി, ആ മെട്രിക്സ് കിട്ടി. ഇനി അടുത്ത എന്താ? 3 ഇൻറ്റു മെട്രിക്സ് ബി. അപ്പൊ 3 ഇൻറ്റു 5 15. 3 ഇൻറ്റു 2 6. 3 ഇൻറ്റു -3 -9. 3 ഇൻറ്റു 1 3. 3 ഇൻറ്റു 2 6. 3 ഇൻറ്റു 3 9. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അതും കിട്ടി, ഇത് രണ്ടും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. കാരണം 5A - 3B സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ മാത്രമല്ല തന്നിട്ടുള്ളത്, എന്ത് തന്നിട്ടുണ്ട്? 5A - 3B. അത് ഇപ്പൊ നമുക്ക് എന്താണോ കിട്ടിയത് എന്ത് ചെയ്യണം? അതൊന്ന് കുറയ്ക്കണം. അപ്പൊ 5A എന്താണ്? ഇതാണ് 5A, ഇത് 3B. അപ്പൊ 5A ന്ന് 3B കുറയ്ക്കണം. അപ്പൊ 20 - 15 ഒരേ പൊസിഷനിലുള്ളതല്ലേ? 20 - 15 5. ഇനി 0 - 6 -6. 0 പിന്നെ -10 -9 -1. പിന്നെ 30 - 3 27. 5 - 6 -1. -5 -9 -14. ഇപ്പൊ ഇതിൽ ആർക്കെങ്കിലും പ്ലസും മൈനസും ഒക്കെ അറിയാത്തവരുണ്ടോ? നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ അറിയാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഡൗട്ട് ചോദിച്ചാൽ മതി, അതെങ്ങനെയാണ് കൂട്ടുക കുറയ്ക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല, മടിച്ചാരും ഇരിക്കണ്ട. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തുറന്ന് ചോദിച്ചാലാണ് എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാവുള്ളൂ. അതല്ലാണ്ട് അത് മിണ്ടാതിരുന്നാൽ എന്താവും? ആ ഡൗട്ട് കൂടി പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങനെയുള്ള ഒരു ഇതും ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പൊ അതുണ്ടാവരുത്. എന്ത് ചെയ്യണം? ഡൗട്ട് എന്ത് വരികയാണെങ്കിൽ അത് അപ്പപ്പ ക്ലിയർ ചെയ്യുക. എന്നാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്രയും പെട്ടെന്ന് അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പറ്റും, അടുത്തത് പറയാൻ പറ്റും. എന്താ അതേപോലെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ? 2A - 4B. അപ്പോൾ 2 ഇൻറ്റു എയും ബിയും അത് തന്നെയാണ്. നമുക്ക് ഈ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും അതും മാത്രം മാറ്റുന്നുണ്ട്. അപ്പോൾ 2 ഇൻറ്റു എ ചെയ്തു. അപ്പൊ എന്താ? 2 ഇൻറ്റു 4 8. 2 ഇൻറ്റു 0 0. 2 ഇൻറ്റു -2 -4. 2 ഇൻറ്റു 6 12. 2 ഇൻറ്റു 1 2. 2 ഇൻറ്റു -1 -2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തെ മെട്രിക്സ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? 4B കാണണം. 4 ഇൻറ്റു ബി. 4 ഇൻറ്റു 5 20. 4 ഇൻറ്റു 2 8. 4 ഇൻറ്റു -3 -12. 4 ഇൻറ്റു 1 4. 4 ഇൻറ്റു 2 8. പിന്നെ 4 ഇൻറ്റു 3 12. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അതും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്യണം അല്ലേ? ഇത് കണ്ട് നിർത്തിയാൽ മതിയോ? ഇത് കണ്ട് ഇങ്ങനെ നിർത്തിയാൽ മതിയോ? പോരാ, എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതണം വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വെറുതെ ഇത് ഈക്വൽ ടു എഴുതിയിട്ട് നിർത്താൻ പാടില്ല. പ്രത്യേകിച്ച് എന്ത് ശ്രദ്ധിക്കണം? 2A - 4B ചെയ്യാനുണ്ട്, അത് മറക്കരുത്. അതായത് 2A - 4B തന്നെ ചെയ്യണം. ഇനി നിങ്ങൾ ആദ്യം എന്താ ചെയ്ത്, രണ്ടാമത് ഇതാ ചെയ്ത് പറഞ്ഞിട്ട് ഇത് മൈനസ് ഇത് ചെയ്താൽ മൊത്തം തെറ്റും, മെട്രിക്സേ മാറും. അപ്പൊ മാർക്ക് കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിട്ട് തന്നെ എഴുതണം. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ച് എഴുതുമ്പോ നമുക്ക് എന്ത് കിട്ടും? മാർക്കും കിട്ടും. അപ്പൊ 8 - 20 -12. പിന്നെന്താ? പിന്നെ 8 അടുത്ത എന്താ? 0 - 8 -8 -4 -12 8. അങ്ങനെ ഓരോന്നും ചെയ്തു. 12 -4 8 2 -8 -6 2 -12 -14. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? അതിന്റെ ഉത്തരവും കിട്ടി. ഓക്കെ, ഇതേപോലെ നിങ്ങളൊരു ഹോംവർക്ക് ചെയ്യണം. ഹോംവർക്ക് ഞാൻ പറയാം. ഹോംവർക്ക് 3 വേണ്ട, 5A - B. ഓക്കെ, എയും ബിയും നേരത്തെ തന്നെ 5A - B നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടിട്ട് ഉത്തരം എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.
നമ്മള് മൊത്തത്തിൽ എന്തൊക്കെയാ പറഞ്ഞേ? ഓർഡർ ഓഫ് മെട്രിക്സ് കണ്ടു. പിന്നെ എന്ത് കണ്ടു? ഓർഡർ ഓഫ് മെട്രിക്സ് വെച്ചിട്ട് ഒരു മെട്രിക്സ് കാണാൻ പഠിച്ചു അല്ലേ? ഇത് ജനറൽ ഫോം ഒക്കെ എഴുതിയിട്ട് കാണാൻ പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? അങ്ങനത്തെ കുറെ പ്രോബ്ലം ചെയ്തു. ഇതിലൊക്കെ ഹോംവർക്ക് എന്നാ എനിക്ക് ഓർമ്മ ഉണ്ട്. ആരും അത് ചെയ്യാണ്ട് അടുത്ത ക്ലാസ്സിൽ കയറിയിട്ട് കാര്യമില്ല. അപ്പോ ഇനി അടുത്ത അതേപോലെ പിന്നെന്താ പഠിച്ചേ? കുറെ ടൈപ്സ് ഓഫ് മെട്രിക്സ് പഠിച്ചു. ഡയഗണൽ മെട്രിക്സ്, സ്കേലാർ മെട്രിക്സ്, അങ്ങനെ കുറെ ടൈപ്സ് പഠിച്ചു. പിന്നെ ഓപ്പറേഷൻ പഠിച്ചു. ഓപ്പറേഷൻ പഠിച്ചതിൽ അത് വെച്ചിട്ട് അഡീഷൻ സബ്സ്ട്രാക്ഷൻ പഠിച്ചു, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. അത് വെച്ച് പ്രോബ്ലംസ് ചെയ്തു. ഓക്കെ, അപ്പൊ ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കുക. ഇതുവരെ ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്.